നേര് പറഞ്ഞ ഈശ്വരനെ നിങ്ങൾ എന്റെ അടുത്തെത്തിച്ചത്. ഓപ്പറേഷനും കഴിഞ്ഞ് ആകെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്. അതും തൊട്ടടുത്ത വാർഡില്. തല ഇപ്പൊ എങ്ങനെയുണ്ട്? ആകെ പാടെ ഒരു തരിപ്പ്. കണ്ണടച്ചാൽ മതി തല ഒരുമാതിരി ഡബിൾ ഡെക്കർ ബസ്സിനെ പോലെ വലിപ്പം വെക്കും. ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതെങ്ങനെയാ മൂന്നാള് ഒരേ സമയത്ത് തല കുത്തിരിക്കുന്നത്? സൗണ്ട് ബോക്സ് പോയെന്നാ തോന്നുന്നത്. പാവം ഇവൻ പറയുന്നതേ ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ കയറിയപ്പോ കാലുപഴുതി വീണതാ. ഇവരെന്താ സാറേ പറയണത്? എന്ത് പറയാനടാ ദാസ, നമ്മള് മലയാളികൾ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് ബോംബെയിൽ വന്ന് ഓരോ പണികൾ ചെയ്ത് കഷ്ടപ്പെടുന്നു. ഇതാ കണ്ടില്ലേ, ഈ പാവങ്ങൾ ഏതോ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീണ് തല മൂന്നും ഫ്യൂസായി. നാട്ടിലുള്ളവർ ഇതുവല്ല അറിയുന്നുണ്ടോ? ഒക്കെ വിധി. പിടി റാണി. കണ്ണാ, ഓപ്പറേഷൻ ചെയ്തിട്ട് വേദനയായോ കണ്ണാ? എന്താ നിന്റെ വയറ്റില്? ആ കള്ളന്മാര് കുത്തിയ കത്തി ഇപ്പോഴും അകത്ത് കിടക്കുന്നുണ്ടോടാ കണ്ണാ? അതെന്തിനാ കള്ളന്മാര് എന്റെ പിന്നാലെ നടക്കുന്നേ? ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ നേരിട്ടൊന്ന് കണ്ടോട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. ശ്രദ്ധിച്ചു കേൾക്കൂ. അതോ നേഴ്സിനോട് അനാവശ്യം പറഞ്ഞതിന് എന്നെ ചീത്ത വിളിക്കോ? എന്താ കണ്ണന്റെ ശരിക്കുള്ള പേര്? കണ്ണന്റെ ഒരു പെട്ടി എന്റെ അടുത്തുണ്ട്, അത് ഞാനൊന്ന് തുറന്നോട്ടെ. എടാ കള്ള കണ്ണാ, നിന്റെ പെട്ടി നിറച്ചും പെണ്ണുങ്ങളാണല്ലോ. പേരുമില്ല അഡ്രസ്സും ഇല്ല. ഇത് തനി കള്ളക്കണ്ണം തന്നെ. ഇവക്കൊക്കെ എന്നെക്കാളും ഭംഗിയുണ്ട്. ബെസ്റ്റ് വിഷസ്, ജയദേവൻ. എന്റെ പ്രിയപ്പെട്ട കണ്ണന്, ഹോസ്പിറ്റലിലെ നഴ്സ് ഇതിനകം നിങ്ങൾക്ക് അനാവശ്യമായ ഒരു ഭാര്യയെ തന്നിരിക്കും. എന്നോട് ക്ഷമിക്കുക. ഓഫീസിലേക്ക് പോകുമ്പോഴാണ് മുൻപരിചയമില്ലാത്ത ആരൊക്കെയോ എന്റെ പിന്നാലെ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത്. അപ്പോഴാണ് നിങ്ങൾ അവിടെ എത്തി അവരെ നേരിട്ടത്. അവസാനം നിങ്ങൾ കുത്തുകെട്ടി വീണു. ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിരുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഒപ്പിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിപ്പോയത്. എന്നോട് ഒരിക്കലും വെറുപ്പ് തോന്നരുത്. ഭാര്യയെ കാണാനാണോ സാറേ കിടന്ന് ഓടുന്നത്? അവര് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അത് ശരി, അപ്പൊ ഇത് അവള് കൊണ്ടുവച്ചതാണല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ അസുഖം മാറി പോകുമ്പോ ബൊക്കെ കൊടുക്കലൊക്കെ ഒരു പതിവായിരിക്കുന്നു. പിന്നെ ഡോക്ടറിന് ഓടാനും പറഞ്ഞു. സാറ് കിടന്ന് ഉരുളുകയൊന്നും വേണ്ട. ഈ അന്നമ്മ കൊറേ കണ്ടതാ. ഭാര്യ കൊണ്ട് തന്ന ബൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാമെങ്കിൽ ഭാര്യ ഇതുപോലെ തന്നെ കെട്ടിപ്പിടിക്കാം. ആരും ഒന്നും പറയത്തില്ല. ആ സാറേ, പോകുന്നതിന് മുൻപേ ആ ഡോക്ടർ കുൽക്കർണിയെ ഒന്ന് കാണണം. ഈ കുൽക്കർണി ആരാ? ബ്രഹ്മാവോ? അങ്ങേർക്ക് ഈ കാര്യത്തിൽ വല്ല ഓപ്പറേഷൻ വേണമെങ്കിൽ എന്നെ വന്ന് കാണാൻ പറ. എനിക്കൊരു കുഴപ്പമില്ല. എന്ത് ഞാൻ സഹിക്കും. എന്റെ ആണത്തത്തെ തൊട്ട് കളിക്കരുത്. സകല ബില്ലും സാറിന്റെ ഭാര്യയെ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് പോകാനൊരു ആംബുലൻസും കൂടി അവർ സംഘടിപ്പിച്ചു തന്നാൽ ഭംഗിയായി. ആരാണ് സാറേ സാറിന്റെ ഇത്രയും സ്നേഹമുള്ള ആ ഭാര്യ? ഈ പൂക്കളാണ് സത്യം. എനിക്കും ഇപ്പൊ അവളെ കാണുന്നുണ്ട്. അതവളാടാ. ഏതവള്?
ആരെ രക്ഷിക്കാൻ വേണ്ടി വയറിനിട്ട് ഞാൻ കുത്തുവാങ്ങിയോ അവളാണ് ഇതൊക്കെ ചെയ്തത്. കുത്തുകൊണ്ട് ബോധം പോയി എന്നെ രക്ഷിച്ചതും മറഞ്ഞു നിന്ന് സഹായിച്ചതും ഒക്കെ അവളാ. നേര് പറയാലോ, ഇപ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. അവളീ കളി കളിച്ചില്ലല്ല, അവൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ സമാധാനായി. ഇതും അവരുകൊണ്ട് വെച്ചതാ? ഇത് മാത്രമല്ല, ദാ എന്റെ ബ്രീഫ് കേസും തിരിച്ചു കിട്ടി. പക്ഷെ അവളൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ, അതിനുമുമ്പ് അവള് പൊക്കളഞ്ഞു. നീ എന്നോട് ആലോചിക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, പടച്ചോൻ കാണിച്ചു തരുന്ന ഓരോ വഴികളെ സാറിന് കാണിച്ചു തരുന്ന ഈ വഴി കണ്ട് നാളെ രണ്ടും കൽപ്പിച്ച് ഞാനും ഏതെങ്കിലും ഒരു പെണ്ണിനെ രക്ഷിച്ചു നോക്കിയ അവൾ വലിയ പടക്കായി ആയിരിക്കും. എനിക്കിതുപോലെ ബൊക്കയും കത്തുവും തന്നില്ലെങ്കിലും എന്തെങ്കിലും അറിഞ്ഞ് സഹായിച്ചാ മതിയായിരുന്നു, എന്റെ കുടുംബം രക്ഷപ്പെട്ടേനെ. സാറിന് വിഷമമുണ്ടല്ലേ? സാരമില്ല, ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ നിശ്ചയം കഴിഞ്ഞ പോലായി. ഇനി താലി കെട്ടേ ബാക്കിയുള്ളൂ, നമുക്ക് അവളെ തപ്പാം. ഈ ബോംബെയിൽ അവൾ എവിടെ പോയി തപ്പാനാ? എനിക്ക് അവളുടെ ഒരു കാര്യം അറിഞ്ഞൂടാ. പോയല്ലോ, വീട്ടിലെത്തിയില്ലേ? ഇല്ല, ഞാനും ഇത്തിരി വൈകി. കണ്ടിട്ട് പോയാ മതി എന്ന് കുട്ടിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ആ ബൊക്കയും പിടിച്ച് കുട്ടിയെ നോക്കി വരാന്ത മുഴുവൻ ഓടി നടക്കുകയായിരുന്നു. പാവം സ്നേഹ കുട്ടി, കുട്ടിയോട് നല്ല സ്നേഹമുണ്ട്, അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കുട്ടിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് നല്ല ദുഃഖമുണ്ട്. ആ മുഖം കണ്ടാൽ അറിയാം. ഇവിടുത്തെ ഒരു ഡോക്ടർ കുൽക്കറിനെ പറ്റി ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ? അബദ്ധവശാൽ ഞാൻ ആ കാര്യം കുട്ടിയുടെ ഭർത്താവിനോടും പറഞ്ഞു നാവെടുത്തില്ല. എന്റെ നേരെ ചാടിക്കയറി. പിന്നെ ഞാനും കണ്ടിട്ടില്ല. ഞാൻ സത്യം പറയാം, അത് സിസ്റ്റർ കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും. ഒന്നും പറയണ്ട, തെറ്റ് നമ്മുടെ ഭാഗത്താ. എത്ര വന്നാലും എന്തെല്ലാം പ്രശ്നം കുടുംബത്തിലുണ്ടായാലും നമ്മൾ പെണ്ണുങ്ങൾ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യണം. എന്നാലേ കുടുംബത്തിനൊരു ഉറപ്പുണ്ടാവൂ. കുട്ടിക്കറിയാവോ, 14 വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പേഷ്യന്റിനെ ഞാൻ കണ്ടിട്ടില്ല. നേഴ്സുമാർക്കൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വേണ്ടേ? ഒരു നല്ല മനുഷ്യൻ. ആ സാറേ, ചായ റെഡി, ചായ റെഡി. ഈ സ്നാക്സ് നീ വേഗം മറന്നേക്ക് എത്തിക്കണം. എന്നിട്ട് നമ്മുടെ സ്റ്റുഡിയോ പോയി ഇതുവരെ വന്ന സകല മെസ്സേജും കളക്ട് ചെയ്യണം. ദാ. സാറിന് സ്റ്റുഡിയോയിലേക്കുണ്ടോ? ഇല്ലടാ, തീരെ വയ്യ. 1-2 ദിവസം റെസ്റ്റ് എടുക്കുന്നതാ ബുദ്ധി. ശരീരം പെട്ടെന്ന് അനങ്ങണ്ട. ദേഹം അനങ്ങാതെ എങ്ങനെയാ മാമ ഉണ്ണുന്നത്? ഇതൊക്കെ ഒരു സമയദോഷം, അത്രേ ഉള്ളൂ. സമയദോഷം എന്ന് പറയാൻ പറ്റൂല. എന്തെങ്കിലും കാണാതെ പടച്ചോ വയറിനിട്ട് കുത്തുവോ? ഒരു ദൈവാനുഗ്രഹം ആവാനാണ് സാധ്യത. നമുക്ക് അവരെ ഒന്ന് തപ്പണ്ടേ? ആരെ? സാറിന്റെ ആ ഭാര്യയെ. അതൊന്നും ഇനി തപ്പണ്ട, അത് ഡൈവേഴ്സായെന്ന് വിചാരിച്ചാ മതി. ഇതേതാ കത്ത്? അമ്മ എനിക്ക് കവറിൽ എഴുതാറില്ലല്ലോ. മായാ സുരേന്ദ്രൻ. ഇതാരടാ അത്? ഇനി ഹോസ്പിറ്റലിലെ നഴ്സ് സാറിന്റെ സൗന്ദര്യം കണ്ടിട്ട് എഴുതിയ പോലെ ലവ് ലെറ്ററോ മറ്റോ ആണോ? എന്റെ പ്രിയപ്പെട്ട മോളെ, നീ ഈ മുത്തച്ഛനെ മറന്നോടി. വളരെ കാലത്തിന് ശേഷം ഈ മുത്തച്ഛന്റെ പിറന്നാളിന് എന്റെ പൊന്നുമോള് വന്നില്ല. ബോംബെയിൽ ഇത്രയും തിരക്ക് പിടിച്ച ജോലിയാണോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ അതങ്ങ് കളഞ്ഞിട്ട് വാ. നിനക്ക് 1 മാസം കിട്ടുന്ന ശമ്പളം ഇവിടത്തെ തെങ്ങിന് ഒരാഴ്ച ഇടുന്ന വളം വാങ്ങാൻ തികയില്ല. നിനക്കും നിന്റെ 2 തലമുറയ്ക്കും മേലനങ്ങാതെ കഴിയാനുള്ളത് ഇവിടെ ഉണ്ട്. ആഗ്രഹിക്കുന്ന സമയത്ത് മോളെ അടുത്ത് കാണാൻ കഴിയാതെ മുത്തച്ഛൻ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളത്? ഈ കത്ത് കിട്ടി ഉടനെ മോള് വരണം. മുത്തച്ഛനും മോളെ കണ്ടേ പറ്റൂ. അതാരാ സാറേ? ആ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഏതോ ഒരു മുത്തച്ഛൻ.